പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിശാച് എന്ന് ഭൂമിയിലുണ്ടോ? ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൊമ്പും വാലും ഒക്കെ ഉള്ള വികൃതമായ ഒരു പിശാചിനല്ല പിശാച് ശരിക്കും. പിശാച് എന്ന് പറയുന്നത് ഒരു നിഴലാണ്. ഒരു നിഴൽ പോലെയാണ് അവൻ വന്നിട്ട് നമ്മുടെ ബുദ്ധിയിലേക്ക് കയറിയിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റിക്കളയും. അത് ദൈവപുത്രന് സംഭവിച്ചു. യേശുനാഥൻ 40 ദിവസം മരുഭൂമിയിൽ ഉപവാസത്തിനായി പോയി. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് എടുക്കുന്നതിന് മുമ്പ് തന്നെ യേശുനാഥൻ മരുഭൂമിയിൽ ഉപവാസത്തിനായി കടന്നു വരുന്നു. അങ്ങനെ 40 ദിവസം ഉപവസിച്ച് രാവും പകലും ഉപവസിച്ച് യേശുവിന് വിശന്നു. വിശന്നപ്പോൾ യേശുനാഥൻ മലയിറങ്ങി വരികയാണ്. മലയിറങ്ങി വരുന്ന സമയത്ത് അവൻ്റെ വിശപ്പ് ആദ്യം അറിയുന്നത് പിശാചാണ്. ഹല്ലേലൂയ. ഉടനെ പിശാച് ഇവൻ്റെ യേശുനാഥൻ്റെ മുൻപിലേക്ക് വരികയാണ്. ഇവിടെ വന്നിട്ട് ഇവൻ പറയുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ഈ കല്ലിനോട് നീ അപ്പമാകാൻ പറയുക. ഇത് ചിന്തയാണ്. യേശു പിശാചിനെ കാണുന്നില്ല. കാറ്റായി അരൂപിയായി ഇങ്ങനെ വന്നിട്ട് പറയുന്ന ചിന്തകളാണ്. മനുഷ്യൻ്റെ ചിന്തകളെയാണ് പിശാച് നമ്മളെ ബന്ധിക്കുന്നത്. പക്ഷേ യേശു വചനം കൊണ്ട് അവനെ പുറത്താക്കിയാണ്. അങ്ങനെ യേശു അവനോട് പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഒരുപാട് കാര്യങ്ങൾ അവൻ അവിടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിനെ നോക്കുന്നുണ്ട്. പല്ലിയുടെ മുകളിൽ കൊണ്ടുപോയി ചിന്തയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടുക, എൻ്റെ കല്ല് കാലിൽ തട്ടാതിരിക്കട്ടെ, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഈ വചനമൊക്കെ പിശാച് 91 സങ്കീർത്തനത്തിലുള്ള വചനമാണ്. അത് കൊണ്ടുവരികയാണ്. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 91 സങ്കീർത്തനത്തിൽ അതുണ്ട്. അപ്പോൾ കർത്താവിന് വചനം കൊണ്ട് അവൻ കീഴ്പ്പെടുത്താൻ നോക്കിയാണ്. പക്ഷെ യേശു എന്ത് ചെയ്ത് വചനം വെച്ച് അവനെ അരിഞ്ഞു കളഞ്ഞു. അവസാനം അവൻ തോറ്റി ഇട്ടുകൊണ്ട് പോയാണ്. ഞാൻ ഒരു സംഗതി ഓർക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിവൈനിൽ ഒരാഴ്ചത്തെ ധ്യാനം കൂടാൻ പോയിരുന്നു. ഇപ്പോഴല്ല, ഇച്ചിരി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ രാത്രി ഒരു 2:30 മണിയായിട്ടുണ്ടാവും. എനിക്ക് ഈ മുള്ളാൻ മുട്ടി. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിരുന്നു. അപ്പോൾ ഒരു ബൾബ് മാത്രമേ അവിടെ കത്തുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഈ ബാത്റൂമിൽ അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്കൊരു ഭയം. ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആരായിരിക്കും അത്? എവിടെയോ നിൽക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഭയം വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഇങ്ങനെ ടപ്പേന്നൊരു സൗണ്ട്. ഇതാണ് സംഗതി. പിശാച് നമ്മളെ പേടിപ്പിച്ച് നമ്മളെ രോഗിയാക്കി കളയും. ഞാനങ്ങനെ നിൽക്കുകയാണ്. ഇരുട്ട്, മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഒരു ബൾബ് കത്തണ ഒരു 60-ൻ്റെ പോയിൻ്റുള്ളൊരു വയർ ബൾബാണ് മാത്രമേ അതിനകത്ത് കത്തണുള്ളൂ. വേറെ ലൈറ്റുകളൊന്നും ഇല്ല ടോയ്ലറ്റിൽ. ഇരുട്ടും. പക്ഷെ എനിക്ക് മൂത്രം ഒഴിക്കുകയും വേണം. ഞാൻ ടോയ്ലറ്റിൽ കയറി മൂത്രം ഒഴിക്കുന്ന സമയത്ത് നിശബ്ദത. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നിശബ്ദത ഭയങ്കരം. എൻ്റെ ശരീരം ഒരു കുളിർന്ന് കയറുന്ന പോലെയൊക്കെ എനിക്ക് ഇവിടെ തോന്നിയാണ്. ഞാൻ ഒഴിയാണ്ട് ഞാൻ വേഗം പുറത്ത് ചാടി. ആ സമയത്ത് എന്തെങ്കിലും ഒരു ടപ്പേന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിക്കും. ആ പേടി എന്നെ ചിലപ്പോൾ ഒരു രോഗിയാക്കും മാറ്റും. ഇങ്ങനെയാണ് പിശാച് നമ്മൾ ചെയ്യണ പ്രവർത്തികൾ. ചിലപ്പോൾ തട്ടി വീഴിക്കും. അറിയില്ല, നമ്മളെ കൺമുമ്പിലേക്കൊന്നും ഇത് വരില്ല. ഇവനെ ഒളിഞ്ഞിരുന്നാണ് ചെയ്യണതൊക്കെ. അപ്പം അങ്ങനെയാണ് യേശുവിൻ്റെ വിശപ്പ് ആദ്യം അറിയണത് പിശാചാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ഹല്ലേലൂയ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനെ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശുവിൻ്റെ ആത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു.
അപ്പോൾ അവന് വിശന്നു. അപ്പോൾ യേശു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് രാവും പകലും കൂടി കഴിഞ്ഞ് ഇറങ്ങി വരെയാണ് എന്തെങ്കിലും കഴിക്കാൻ താഴെ പോയിട്ട്. ഒട്ടനെ പ്രലോഭകൻ പിശാച് കണ്ട ചിന്തകളിലേക്ക് കൊണ്ടുവരികയാണ് പ്രലോഭകൻ. അവൻ കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞെന്ന് നോക്കിക്കോ. 3-ാം വാക്യം. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. അവനെ തന്നെ സംശയമാണ്, ചിന്തകളിലേക്ക് കൊണ്ടുവരികയാണ് പിശാച്. കണ്ട ദൈവപുത്രനാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. നോക്കിയേ, കർത്താവിൻ്റെ മുമ്പിൽ ഈ പിശാച് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വിടില്ല. അവൻ ദൈവപുത്രനാണ് എന്ന് അവന് അറിയാം പിശാചിന്. എന്നിട്ട് പോലും പിശാച് കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയണ, നീ ദൈവപുത്രനാണെങ്കിൽ, ആ വാക്ക് ശ്രദ്ധിച്ചോളാം, ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് പറയണത്, നീ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞ അപ്പമാകൂലേ? അപ്പമാകും. പക്ഷെ പിശാചിൻ്റെ ചിന്തകൾ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിലോ അവനെ കീഴ്പ്പെടും. ഈ മനുഷ്യ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഫാമിലി കുടുംബ ജീവിതത്തിലൊക്കെ തട്ടുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. എന്താണ്? ഒരു 1/2 ഗ്ലാസ് നീ കുടിച്ചോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെക്സ് സിനിമ നീ കണ്ടോ, അതിലൊന്നും വലിയ തെറ്റില്ല. ഒരു നുണക്കഥ കണ്ടതിൽ എന്താ തെറ്റ്? ഈ ചിന്തയാണ് നമ്മളെ പിശാച് കൊണ്ടുവന്നിട്ട് കുഴിയിൽ ചാടിക്കുന്നത്. അവസാനം അത് അങ്ങോട്ട് വലുതാവും. പക്ഷെ അവനെ എതിർത്ത് നിൽക്കണം, യേശുയെ എതിർത്ത് നിന്ന പോലെ. ഹല്ലേലൂയ. അവൻ പ്രതിവചിച്ചു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. യേശു ഉടനെ വചനം എടുത്തു വെച്ചു കേട്ടാ. അപ്പം കൊണ്ട് മാത്രമല്ല, ആ ചിന്തയാണ് പിശാച് കൊണ്ടുവരുന്ന ആ ചിന്തകളെ എതിർക്കുകയാണ് ദൈവമായ കർത്താവ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കും. അല്ലല്ലേ എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം, ഉടനെ അടുത്ത ചിന്ത കൂട്ടിയുണ്ട്, അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ചിന്തയാണ്, അല്ലാണ്ട് ഓടി നഗരത്തിലേക്ക് പോകുകയല്ല. ആ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഓരോന്ന് കാണിക്കേണ്ടി വരും, ഓരോന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരും പിശാച്. ഈ ഫാൻ കറങ്ങുന്നുണ്ട്, അതിൻ്റെ കാറ്റ് അവിടെ നിന്ന് വന്ന് എവിടേക്ക് പോകണമെന്ന് നമ്മൾ അറിയില്ല. അറിയുന്നുണ്ടോ കാറ്റ്? ഇതുപോലെയാണ് പിശാച്. അവൻ ഒരു അരുവിയാണ്, ഒരു കാറ്റ് പോലെയാണ് ഇങ്ങോട്ട് വരണത്. വന്നിട്ട് നമ്മളെ കീഴ്പ്പെടുത്തി കളയും, നമ്മളത് കുടുങ്ങി പോകും. അങ്ങനെയാണ് പല കുടുംബങ്ങളും വീഴുന്നത്, നശിക്കുന്നത്. ചിന്തകളെയാണ്, നമ്മുടെ ചിന്തകളെ അവൻ്റെ ചിന്തയോട് ചേർത്ത് വയ്ക്കും. ദൈവത്തിൽ നിന്നുള്ള ചിന്തകളെ എടുത്ത് കളയുക, മാറ്റിക്കളയും. അത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും നശിപ്പിക്കുക. അങ്ങനെയാണ് ഈ ചില വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ദേവാലയത്തിൻ്റെ ഉച്ചിയിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു. അവിടെ തന്നെ യേശു മരുഭൂമിയിൽ കല്ലാകാൻ പറഞ്ഞോടത്ത് തന്നെ നിന്നുകൊണ്ട് യേശുവിനെ കൊണ്ട് ചിന്തകളെയും ബുദ്ധിയും മനസ്സിനെയൊക്കെ പിശാച് കൊണ്ടുപോവുകയാണ്. അങ്ങോട്ട് വലിയൊരു ദേവാലയത്തിൻ്റെ ഉച്ചിയിൽ കയറ്റി നിർത്തിയിട്ട് നീ അവിടെ നിന്ന് ചാടുക. എങ്ങനെയുണ്ട്? പല മോളിൽ കയറ്റി നിർത്തിയിട്ടെല്ലാം പറയണത്, ചിന്തകളിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നത്, നീ അങ്ങോട്ട് കയറി ചെല്ലാൻ എന്നാ, എന്നിട്ട് അവിടെ നിന്ന് നീ ചാടുക. ഹല്ലേലൂയ. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. അവിടെയും അവന് സംശയം. 2ാമത്തെ പ്രാവശ്യമാണ് അവനെ യേശുവിനെ വെല്ലുവിളിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ അവിടെ നിന്ന് ചാടുക. വെല്ലുവിളിക്കുകയാണ് പിശാച് കർത്താവിനെ. ദൈവപുത്രനെ വെല്ലുവിളിക്കുന്ന ഈ പിശാച് നമ്മെ വിടുമോ? വിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം കർത്താവിൻ്റെ ഈ വചനം. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. കണ്ടാ, അവൻ വചനം പറയുന്നു പിശാച്. നിന്നെപ്പറ്റി ദൂതന്മാർ കൽപ്പന നൽകും. എന്താണ് ആ കൽപ്പന? നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. 91-ാം സങ്കീർത്തനം വചനം പറയണവൻ. പിശാചിന് നമ്മളെക്കാളും കൂടുതൽ വചനം അറിയാം. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നിന്റെ ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും. നീ ചാടുക.
നീ ദൈവപുത്രനാണല്ലോ അല്ലേ, ചാടുക, കാണട്ടെ. വെല്ലുവിളിക്കാനായി. യേശു അണങ്ങിയോ? യേശു അണങ്ങിയില്ല. എന്നും താങ്ങിക്കൊള്ളുക. എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നു, യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നാ. ഇതൊരു പരീക്ഷണമാണ് പിശാചിൻ്റെ. ഇവൻ വീഴോ ഇല്ലെന്ന് നോക്കാം. ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. പിശാച് വചനം വെച്ച് കീഴ്പ്പെടുത്താൻ നോക്കണം. യേശു വചനം വെച്ച് അവനെ വെട്ടി വീഴ്ത്തണം. യുദ്ധം നടക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പിശാച് വളരെ ഉയർന്ന മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ തന്നെ ആ മരുഭൂമിയിൽ തിന്നുകൊണ്ട് തന്നെ അവൻ്റെ ചിന്തകളിലേക്ക് പിശാച് കയറിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കാണിക്കുകയാണ്. എന്താണ് കാണിക്കണമെന്ന് നോക്കിക്കോട്ടോ. കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ലോകം മുഴുവൻ കാണിക്കുകയാണ്. വലിയ വലിയ കൊട്ടാരങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ എല്ലാം കാണിക്കുകയാണ്. അതൊക്കെ ചിന്തയിലേക്ക്, ഭർത്താവിൻ്റെ ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്ക് കയറി നിന്നിട്ട് അടിച്ചു കൊടുക്കുകയാണ്. എല്ലാം കാണിക്കുകയാണ്. പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണാമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. അങ്ങനെയുണ്ട്, നിനക്ക് ഞാൻ നൽകും. പിശാച് കെണിയാണ് കേട്ടാ. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ വാക്ക് കേട്ട് നമ്മൾ വീണു. ഒരേ സ്ഥലത്ത് നിന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ അവനെ വിട്ടിട്ട് പോവുകയും വിശ്വാസം തോറ്റു ഓടിപ്പോയി. നമ്മൾക്കും ഇതുപോലെ അടി വരും ചിലപ്പോൾ. ചില സ്ഥലങ്ങളിൽ, ചില കൂട്ടുകൂട്ടിലൊക്കെ വരുമ്പോൾ അപ്പം നമ്മൾ പറയണം, സാത്താനെ ദൂരെ പോവുക. നിന്റെ ചിന്ത ദൈവികമല്ല, പിശാചിൻ്റേത്. അത് വ്യക്തിയിലോട്ട് കയറിയിട്ട് നമ്മളോട് പറയും, ഇത് ചെയ്തോ, നീ കുറച്ച് കുടിച്ചോ, നീ ഒരു ചീത്ത സിനിമ കണ്ടോ, നീ ഒരു നുണക്കഥകൾ കണ്ടോ, നീ ഒരു നുണ പറഞ്ഞോ, കുഴപ്പമില്ല, അതൊക്കെ ചെറുതല്ലേ, കുഴപ്പമില്ല. ഈ ചിന്തയാണ് പിശാച്. ഈ ചിന്തയാണ് നമ്മെ നശിപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ.